ഹായ് ഓൾ. ഇന്ന് പി.എഫ് സൈറ്റിൽ നിന്നും ഒരു എംപ്ലോയിയെ എങ്ങനെ എക്സിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നോർമലി പി.എഫ് യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. സൈറ്റ് ലോഗിൻ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ മെനു ഉണ്ടല്ലോ, അതിൽ നിന്ന് മെമ്പർ എന്ന് പറയുന്ന മെനുവിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ മെമ്പർ പ്രൊഫൈൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏത് എംപ്ലോയിയാണോ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എംപ്ലോയിയുടെ യു.എ.എൻ നമ്പർ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ യു.എ.എൻ നമ്പർ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. യു.എ.എൻ എന്നുള്ള സ്പേസിൽ കൊടുക്കുക. അവിടെ യു.എ.എൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്ത് മെമ്പർ ഐ ഡി എന്ന് പറയുന്ന പോർഷനിൽ ആളുടെ ഐ ഡി അറിയാമെങ്കിൽ, മെമ്പർ ഐ ഡി അറിയാമെങ്കിൽ അത് കൊടുത്താലും നമുക്ക് സെർച്ച് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ യു.എ.എൻ നമ്പർ കൊടുക്കുകയാണ്. യു.എ.എൻ നമ്പർ കൊടുത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ആ എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എംപ്ലോയിയുടെ മെമ്പർ ഐ ഡി, യു.എ.എൻ നമ്പർ, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് എക്സിറ്റ്, പിന്നെ ഫാദർ നെയിം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ കാണാൻ പറ്റും. അതിൽ മാർക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അവിടെയാണ് നമ്മൾ ഒരു എംപ്ലോയിയെ എക്സിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏജ് അതിൻ്റെ താഴെയായിട്ട് എക്സിറ്റ് റീസൺ ചോദിക്കുന്നുണ്ട്. എക്സിറ്റ് റീസൺ നോർമലി നമ്മൾ ഒരാൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ സീസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇനി റിട്ടയർഡ് ആവുകയാണെങ്കിൽ അതാണോ കാരണമെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ അതിനകത്ത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് കൊടുക്കാം. പിന്നെ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഏത് ഡേറ്റിലാണ് ആൾ എക്സിറ്റ് ആയത് ആ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കാം. കറക്റ്റ് നോക്കിയിട്ട് ആ ഡേറ്റ് കൊടുക്കുക. അത് കൊടുത്തിട്ട് അതൊന്നും കൂടി ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ നോക്കുക. ഡേറ്റ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അവിടെ സേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നോക്കുമ്പം ഡേറ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് താഴെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഇതിൽ തന്നെ വരും. നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മുടെ പ്രൊഫൈൽ ഇരുന്നത് അതുപോലെ തന്നെ വരും. നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യണല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഡിലീറ്റ് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇപ്പോൾ ഡേറ്റ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ആണത്. അപ്പോൾ അങ്ങനെ ആകുമ്പം പിന്നെ നമ്മളത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യണമെങ്കിൽ മെമ്പറിൽ തന്നെ പോയിട്ട് അപ്രൂവൽസ് എന്ന് പറയുന്ന ഒരു മെനു ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൽ നമ്മളിപ്പം എക്സിറ്റ് കൊടുത്ത ആളുടെ ഡീറ്റെയിൽ വന്ന് കിടപ്പുണ്ടാവും. ഒരു PDF ആയിട്ടത് ആളുടെ പേരും യു.എൻ നമ്പറും എക്സിറ്റ് ഡേറ്റ്, നമ്മളിപ്പോൾ കൊടുത്ത എക്സിറ്റ് ഡേറ്റും ഒക്കെ ആയിട്ട് അത് വന്ന് കിടപ്പുണ്ടാവും. ഇതുപോലെ വന്ന് കിടപ്പുണ്ടാവും. അതിൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താണോ നമ്മളിപ്പോൾ കൊടുത്തത് അത് നമുക്ക് ഡിസ്പ്ലേ വരും. നമുക്ക് വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഒന്നും കൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോഴാണ് നമ്മൾ മിസ്റ്റേക്ക്, ഡേറ്റ് ഓഫ് എക്സിറ്റിൻ്റെ ആ ഒരു ഡേറ്റ് മിസ്റ്റേക്ക് കാണുന്നതെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ആ മെമ്പർ പ്രൊഫൈലിൽ പോയിട്ട് മാർക്ക് എക്സിറ്റ് കൊടുത്ത് അവിടെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കറക്റ്റാണ്, ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്രൂവ് കൊടുക്കാം. അപ്രൂവ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുക്കുക.
ഓക്കെ. ഇപ്പൊ നമ്മുടെ സൈറ്റിൽ നിന്ന് ആ എംപ്ലോയി എക്സിറ്റ് ആയി. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ PFന്റെ സൈറ്റിൽ നിന്നും ഒരാളെ എക്സിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. താങ്ക് യു.